ട്വെലിൻ എൻഡ്രസ് റിവാസ്. നമ്മളുടെ ടെസ് ബേബി. ബേബിയുടെ പേര് ബേബിക്ക് ഡിഫിക്കൽട്ട് ആവില്ലേ പറയാന്, അങ്ങനെയൊക്കെ. ആക്ച്വലി റിവാസ് എന്നുള്ളത് റീയുടെ പേരാ. ഹസ്ബൻഡിന്റെ പേര് ആൻവൻ റിവാസ് മൊയ്തീൻ കളത്തുകൾ. ഓഫ് കോഴ്സ് ഉപ്പയുടെ പേര് ഇങ്ങനെയൊക്കെ ആവുമ്പോ മോളെ പേര് ഇങ്ങനെ. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു നെയിമിംഗ് സെറിമണി കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഇതില് എനിക്ക് തോന്നുന്നു ആ വീഡിയോയിൽ ഒരുപാട് പേര് എന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്താ പേര് നിങ്ങളല്ലേ ഇട്ടത് എന്നൊക്കെ ചോദിച്ചിരുന്നു. എന്റെ നെഗറ്റീവ് അതായിരുന്നു, എന്തിനാണ് നിങ്ങളല്ലേ പേരിട്ടത്, ഇങ്ങനെ സർപ്രൈസ് ആവുന്നത് എന്തിനാന്ന്. ഞാൻ ആക്ച്വലി ഫയർ വർക്ക് ഒക്കെ കണ്ടിട്ടുള്ളത്. പിന്നെ റിയ ആണെങ്കിൽ ഫാമിലിയിൽ ആർക്കും ഈ പേര് അറിയില്ല, അവര് അവിടെയാണ് കാണുന്നത്. ആക്ച്വലി ഞങ്ങള് ബോയാന്നാ വിചാരിച്ചത്. നമ്മൾ ഈ ജെൻഡർ നോക്കുമല്ലോ, ഞങ്ങള് യൂറോപ്പില് ജെൻഡർ നോക്കിയപ്പോ ഇറ്റ് വാസ് ബോയ്, അവര് ബോയ് എന്നാ പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ടൈം ബേബിനെ എന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഐ വാസ് വെരി ഇമോഷണൽ. എനിക്കത് ആ സമയത്താണ് ബേബി ഗേൾ ആണ് എനിക്ക് പഠിച്ചു തന്നിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്നത്. അറിയുന്നത് അപ്പോഴാ എൻ്റെ അടുത്ത് ചോദിച്ചത് കുട്ടി ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയതല്ലേ എന്നാ ചോദിച്ചത്. അപ്പം നോർമലിന് അത്രയും ട്രൈ ചെയ്തു, എനിക്ക് കംപ്ലീറ്റ് ലൈക്ക് 10 സെൻറ്റിമീറ്റർ ഒക്കെ ഓപ്പൺ ആയി. സോ അത്രയും സമയം ഞാൻ ലേബർ പെയിൻ ഒക്കെ ഗോ ത്രൂ ചെയ്തിട്ട് പിന്നെ ഞാൻ നെക്സ്റ്റ് അനസ്തീഷ്യ എടുത്ത് സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള പെയിൻ എന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് അറിയാം. നമുക്ക് പ്രോപ്പർലി നടക്കാൻ പോലും പറ്റില്ല. പ്രഗ്നൻസിയിൽ എല്ലാവരും നേടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മിൽക്ക് ഷേമിങ്, പാലില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ. അതേപോലെ നമ്മുടെ സി സെക്ഷൻ ആണോ നോർമൽ ആണോ, ബേബി വെയിറ്റ് ഇല്ലേ, യൂഷ്വൽ സാധനങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീഡിയോയിൽ ഇപ്പൊ നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഫേസ് ബ്ലർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാനിപ്പോ കാണിക്കാതിരുന്നപ്പോ എൻ്റെ അടുത്ത് ചോദിക്കും, ആഹാ നീ ആരാ, ആലിയ ഭട്ടാണോ? വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്നത്തെ എൻ്റെ ഗസ്റ്റുകൾ ആരാന്ന് വെച്ചാൽ എനിക്കറിയാം ഇവർ ഓൾറെഡി നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും, TV ഷോസിൽ കണ്ടിട്ടുണ്ടാവും. നമ്മളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പിൾസ് ആണ് ഹിബ ആൻഡ് റീ. റീ എന്ന് പറഞ്ഞാലേ എല്ലാവർക്കും ഫെമിലിയർ ആകുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പ്രത്യേകം റീ എന്ന് പറയുകയാണ്. സോ വെൽക്കം. ഹായ്. ആക്ച്വലി നല്ല ബ്യൂട്ടിഫുൾ ഹോം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പം ലൈഫിൻ്റെ ഒരു പുതിയൊരു സ്റ്റേജിലേക്ക് വന്നു, പേരൻസ് ആയി. അപ്പോൾ എനിക്കറിയാം ബേബിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇപ്പോഴും അങ്ങ് കറക്റ്റായിട്ട് റെഡിയായി വരുന്നതേ ഉള്ളൂ. ആക്ച്വലി ഇന്ന് 70th ഡേ ആ, ഡെലിവറി കഴിഞ്ഞ് 70 days ആയതേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങള് രണ്ടുപേരും പഠിച്ചോണ്ടിരിക്കുക, ബേബിയും ഞങ്ങളും പഠിച്ചോണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. എന്നാൽ എങ്ങനെയുണ്ട് ഇത്ര ദിവസത്തെ ഒരു നമുക്ക് ഇനീഷ്യൽ ഫസ്റ്റ് 30 days ഒരു പുതിയ സ്റ്റേജ് ഫേസ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് അറിയാം ഇത് ഡിഫിക്കൽട്ട് ആണെന്നല്ല ഇനീഷ്യലി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നു. ബട്ട് അതിലൂടെ കടന്നു പോകുമ്പോഴേ നമുക്ക് അറിയുന്നത് എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്നുള്ളത്. ബട്ട് ഐ മേഡ് ഷുവർ, ഇപ്പം അല്ലെങ്കിൽ ഹെവ മേഡ് ഷുവർ, രണ്ടുപേരും മേഡ് ഷുവർ നമ്മൾ ഈക്വൽ പാരന്റിങ് ചെയ്തു. അവിടെ രണ്ടുപേർക്ക് സ്ട്രെസ് മാക്സിമം കുറയ്ക്കാൻ നോക്കി. അപ്പം ഹെബ ഓൾറെഡി 9 months ഓഫ് ആ ഒരു പ്രഗ്നൻസി ഫേസ് കഴിഞ്ഞു വരുന്നു, ഡെലിവറി കഴിഞ്ഞു വരുന്നു. സോ ആസ് എ പാർട്ട്ണർ ഐ മേഡ് ഷുവർ ഹെബക്ക് മാക്സിമം ടൈം കുറച്ച് ഓഫ് കൊടുക്കുന്നു, ബേബിനെ ഞാൻ നോക്കുന്നു. സോ അതുകൊണ്ട് തന്നെ ഹെബക്ക് കുറച്ച് സ്ട്രെസ് കുറച്ചെന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ടൈമിൽ. ഈ സമയത്ത് എന്നെ നമ്മളെ പാർട്ട്നേഴ്സ് ഈക്വലി നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്കൊന്ന് പുറത്തൊക്കെ ഈ ഒരു കൾച്ചർ ഉണ്ട്. അവർക്ക് മെറ്റേണിറ്റി ലീവ് ബോത്ത് ഗെറ്റ്സ് അല്ലേ, ചില കൺട്രീസില് ഹസ്ബൻഡിനും നമുക്കും ലീവ് ഉണ്ടാവും. ഞങ്ങളിത് ഫസ്റ്റില് എനിക്ക് റീക്ക് ജോബൊക്കെ ദുബായിലായ സമയമാണ്. സോ ഞങ്ങള് അത് കട്ട് ഓഫ് ചെയ്തു. ഈ ഒരു സമയത്ത് രണ്ടുപേരും ഒന്നിച്ച് ആ ഒരു ഈക്വൽ പാരന്റിങ് ചെയ്യണമെന്ന് നമുക്കൊരു മനസ്സിൽ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഏരിയയിൽ, മലബാർ ഏരിയയിലൊക്കെ നമ്മൾ വീട്ടിൽ ഡെലിവറി സമയത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് വരാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത് ആദ്യം ഈക്വൽ പാരന്റിങ് നമ്മൾ ഈ ഒരു ഫേസിൽ ഒന്നിച്ചുണ്ടാവണമെന്ന് രണ്ടുപേർക്കും നിർബന്ധമായിരുന്നു. എനിക്ക് തോന്നുന്നു ആസ് എ പാർട്ട്നേഴ്സ് എല്ലാവരും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായി. അപ്പം ഏതൊരു സമയത്തും ഞാനൊക്കെ ഒത്തിരി കരഞ്ഞിരിക്കുന്ന സമയത്തും അപ്പുറത്തെ ആളുണ്ട്. മറ്റത് എനിക്കൊന്ന് വീട്ടിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഈ ഏരിയ, എനിക്ക് അങ്ങനെ പറയേണ്ടത് എന്താ അറിയില്ല, ഈറ്റാരുത്തി എന്ന് പറയും, അറിയോ? ആ ഏരിയയിൽ ശരിക്കും നോർമലി അവരാണ് ഉണ്ടാവുക, അവരും നമ്മളും നമ്മളെ വീട്ടുകാരും.
എനിക്ക് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കൂടെ ഫുൾ ടൈം. ശരിക്കും അങ്ങനെയാണ് വേണ്ടതെന്ന് തോന്നി, ഒരു ചേഞ്ച് വേണമെന്ന്. അതാണ് പുള്ളി ഈക്വൽ പാരന്റിംഗ് എന്ന് പറഞ്ഞത്. പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നമ്മളെ പാർട്ട്ണറും ഒന്നിച്ചുണ്ടായി ആ ഒരു ഫേസ് കൂടെ പോകുമ്പോൾ മച്ച് ഈസിയർ ആവും. എനിക്ക് ഈസി ആയി. കാരണം എനിക്ക് തോന്നുന്നു എസ്പെഷ്യലി ലാസ്റ്റ് ഇയർ നമ്മൾ കൂടുതലും ട്രാവലിംഗ് ആയിരുന്നു. പെട്ടെന്ന് നമ്മൾ പുറത്ത് എല്ലാ ടൈം സ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ പെട്ടെന്ന് ഒരു 9 months അല്ലെങ്കിൽ ഒരു 12 months വീട്ടിനകത്തേക്ക് മാറി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എസ്പെഷ്യലി ഹെബ എനിക്ക് തോന്നുന്നത് വളരെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ അഡാപ്റ്റ് ചെയ്തു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഹെബ എങ്ങനെയായിരിക്കും ഈ ഒരു ഫേസിലൂടെ കടന്നു പോവുക, ഹാൻഡിൽ ചെയ്യുക. But I think Heba did really well. ആ ഒരു മദർഹുഡിലേക്ക് കറക്റ്റ്ലി ബ്ലെൻഡ് ചെയ്തു. അത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഹാർഡറാ ഭയങ്കര. നമ്മൾ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഡിഫിക്കൾട്ട്, ലൈക്ക് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷെ എക്സ്ട്രീംലി ഹാർഡറാണ്. നമ്മൾ കരയും, നമ്മൾ വിഷമിക്കും, നമ്മൾ ബ്രേക്ക് ഔട്ട് ആവും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താതെ ഞാൻ നോക്കുന്നുണ്ട്. സോ ഫാർ 70 days ആയതുള്ളൂ. പക്ഷെ ഒരുപാട് ഒബ്സഷൻസ്, ഡൗട്ട്സ്, നമ്മൾ എപ്പോഴും പീഡിയാട്രീഷ്യനെ വിളിച്ചോണ്ടിരിക്കുക. ഈവൻ തോ ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ്, എനിക്ക് ഇതൊക്കെ അറിയാം. ഞാൻ അതിന്റെ ക്ലാസ്സസ്, ഈ ഒരു പോസ്റ്റ് നേറ്റൽ ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്താലും നമുക്ക് ഇതൊക്കെ ഉണ്ടാവും. ആ ഒരു ഡിപ്രഷനും ആ ഒരു കരച്ചിലും എല്ലാം ഉണ്ടാവും. നമ്മള് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് എന്ന് പറയും. അതെ, ഓൾസോ ആഫ്റ്റർ പ്രഗ്നൻസി ഹസ്ബൻഡ്സ് ടേക്ക് എ ബാക്ക് സീറ്റ്. നമുക്ക് സെക്കൻഡ് പ്രയോറിറ്റി ആയിരിക്കും. ബേബിയുടെ ലോകത്താണ് ഇവര്. രണ്ടുപേരും കിഡ്സ് പേഴ്സൺസ് അല്ലേ? അത് പറയണം. നമ്മൾ ആക്ച്വലി നമുക്ക് ചെറുപ്പത്തിൽ മക്കളെ എടുക്കാൻ ടെൻഷനാണ്. എനിക്ക് എസ്പെഷ്യലി നമ്മൾക്ക് ഉണ്ടാവുമല്ലോ ഒരു ടെൻഷൻ. അപ്പം ഐ വാസ് ആൻഡ് ഹെബ രണ്ടുപേർക്കും ഭയങ്കര ടെൻഷനായിരുന്നു നമ്മൾ എങ്ങനെ ഇതിലേക്ക് അഡാപ്റ്റഡ് ആവും എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മൾ നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ആയി. ഇപ്പം നമുക്ക് ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൊതുവെ കുട്ടികളൊക്കെ ഒരു 5 minute ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ അയ്യോ ഒന്ന് വാങ്ങിയിരുന്നെങ്കിൽ തിരിച്ച് കിഡ്സ് പേഴ്സൺ അല്ല, ചിലവര് ഭയങ്കര കുട്ടിയൊക്കെ എടുത്ത് ഭയങ്കര രസമായിട്ട്. ഞാനും അങ്ങനെയല്ല. അപ്പം അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഈ ഒരു ഫേസിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി നമുക്കൊരു ലേണിംഗ് കർവ് ആണ്. കാരണം ഒബ്സഷണൽ ഫേസിലാണ് ഹെബയാണ് ഞാനാണെങ്കിലും എന്നെക്കാളും കൂടുതൽ ഹെബ എന്ന് പറയാം. അപ്പം ഹസ്ബൻഡ്സ് ഒരു ബാക്ക് സീറ്റ് എടുത്തു. ഇപ്പൊ എനിക്കല്ല പ്രയോറിറ്റി, ഒബ്വിയസ്ലി ബേബിക്കാണ് പ്രയോറിറ്റി. ബട്ട് അത് നമ്മൾ ഹാപ്പിയാണ് കാണുമ്പോൾ. കാരണം എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഒരുമിച്ചാണ് ഈ ജേർണിയിൽ എല്ലാ ത്രൂ ഔട്ട് ദിസ്. അപ്പം വി ആർ ഹാപ്പി ഹൗ തിങ്സ് ആർ ഗോയിങ്. അൽഹംദുലില്ലാ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളിപ്പം ടെസ്റ്റ് ബേബിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ബേബിനെ കാണാതെ ആ ഒരു ഇന്റർവ്യൂ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഓൾറെഡി പറയുമ്പോ ആ പേര് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇറ്റ്സ് വെരി കോംപ്ലിക്കേറ്റഡ്. ബട്ട് പറയാൻ പറ്റോ? ഞാൻ നോക്കട്ടെ. മസ്താനി പറയൂ. Yeah, that's good. Twelin? Yes. Twelin Endres Rivaz. He is silent. Endres Rivaz. Yes. Rivaz is like പുള്ളിയുടെ പേരാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു വീഡിയോ കുറച്ച് വൈറൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബേബിയുടെ പേര് ബേബിക്ക് ഡിഫിക്കൽട്ട് ആവില്ലേ പറയാന്, അങ്ങനെയൊക്കെ. ആക്ച്വലി റിവാസ് എന്നുള്ളത് റീയുടെ പേരാ. ഹസ്ബൻഡിന്റെ പേര് ആൻവൻ റിവാസ് മൊയ്തീൻ കളത്തുകൾ. ഓഫ് കോഴ്സ് ഉപ്പയുടെ പേര് ഇങ്ങനെയൊക്കെ ആവുമ്പോ മോളെ പേര് ഇങ്ങനെ. എസ്പെഷ്യലി 33 years ബാക്ക് എന്റെ ഉപ്പ ഈ ഒരു നെയിം ചെയ്തപ്പോ എനിക്ക് ഹെബക്കും ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്കും നമ്മുടെ ബേബി ഒരു യുണീക് നെയിം വേണം. അപ്പം ഹെബന്റേതാണെങ്കിൽ ഹെബ യോഷ്ര, ഒരു അറബിക് ടച്ച് ഒക്കെ ഉണ്ട്. സോ നമ്മളൊരു 40 days എടുത്തു ഈ ഒരു നെയിമിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇനീഷ്യലി ഹോസ്പിറ്റലിൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ ചെയ്തില്ല. വി സ്കിപ്ഡ് ഓൾ ദാറ്റ് സിംപ്ലി ബിക്കോസ് നമുക്ക് ഇത് സ്പെഷ്യൽ നെയിം ആവണം, യുണീക് ആവണം, നമ്മളുടെ പേരിനൊക്കെ മാച്ച് ആവുന്ന രീതിയിൽ. Twelin Endres Rivaz. And we call her Tez. Tez എന്നാണ് നമ്മൾ വിളിക്കുന്നത്. എനിക്ക് ആ നിക്നെയിം ഭയങ്കര ഇഷ്ടമായി, ടെസ്. Yeah, thank you. Endresലൊരു Tez. അതെ, നല്ല. ആക്ച്വലി ഞങ്ങള് ബോയ് ആണെന്നാ വിചാരിച്ചത്. നമ്മൾ ഈ ജെൻഡർ നോക്കുമല്ലോ, ഞങ്ങള് യൂറോപ്പില് ജെൻഡർ നോക്കിയപ്പോ ഇറ്റ് വാസ് ബോയ്. അവര് ബോയ് എന്നാ പറഞ്ഞത്. That was in 8th month also. അപ്പം വളരെ റയർ ചാൻസ് ഉള്ളൂ തെറ്റാൻ. പക്ഷെ നാട്ടിലെത്തിയിട്ട് ഒന്ന് ക്രോസ് ചെക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട്. കുറെ പേർക്ക് അങ്ങനെ ജെൻഡർ ഇപ്പൊ പുറത്തുനിന്നൊക്കെ നോക്കുമ്പോൾ തെറ്റാറുണ്ട്. ഞാൻ അങ്ങനെ കുറെ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മള് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തിട്ടല്ലേ പുറത്ത് പോവാ. അപ്പൊ ഒരുപാട് പേരൊന്നും കാണില്ല. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് നമ്മൾ ഗൂഗിൾ റിവ്യൂസ് എല്ലാം നോക്കിയിട്ടാണ് ഏതൻസിൽ ഗ്രീസിൽ നമ്മൾ ഇവരുടെ പോകുന്നത് ചെക്ക് ചെയ്യാൻ. എല്ലാം വി വർ വെരി ഹാപ്പി റിസൾട്ട്. ഇപ്പൊ ബോയ് ആണെങ്കിൽ ഗേൾ ആണെങ്കിൽ വി വർ റിയലി ഹാപ്പി. ബട്ട് ബോയ് ആണെന്നാണ് നമ്മുടെ അടുത്ത് അവർ പറഞ്ഞത്. തിരിച്ച് നാട്ടിൽ വന്നു. ഒരു കസിൻ നെയിം എല്ലാം ഫൈനൽ ചെയ്തു, എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമ്മള് നിക് നെയിം ആയിട്ട് ടിം, പെറ്റ് നെയിം ആയിട്ട് ടിം എന്നൊക്കെ വെച്ച് വിചാരിച്ചു. അങ്ങനെ നാട്ടിലെത്തി. കസിൻ അറിയില്ല, അതിന്റെ റീൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ബട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അറിയുന്നത്. നമ്മൾ നോക്കിന്ന് പറഞ്ഞു, ഞങ്ങൾ ജെൻഡർ അറിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ തെറ്റിയത് ആർക്കും അറിയില്ല. അല്ല, ഞാൻ ആക്ച്വലി ജെൻഡർ നോക്കിയത് എനിക്ക് എല്ലാ സ്പെഷ്യൽ ഡേയ്സും ഇപ്പൊ എന്റെ പേജ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. വെഡിങ് തൊട്ട് നമ്മളെല്ലാ ഫംഗ്ഷൻസും നമ്മള്
എനിക്കെല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൾക്കാർക്ക് സർപ്രൈസ് കൊടുക്കാൻ ഇഷ്ടമാണ്. റീൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും എൻ്റെ ബർത്ത്ഡേ ആണെങ്കിലും മോൾ എല്ലാം സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പം ആണെങ്കിലും മോനാണെങ്കിലും ആ ഒരു ഡേ അവർ വരുമ്പം പേര് വെച്ചെല്ലാം ചെയ്ത് ഡെക്കോറൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കിയത്. ഈവൻ ഡ്രസ്സ് വാങ്ങിക്കുന്ന സമയത്താണ് ഇറ്റ്സ് ഈസി, നമുക്ക് പ്രിപ്പയർഡ് ആയി നിൽക്കാൻ പറ്റും. അപ്പോഴാണ് നാട്ടിൽ വന്നപ്പം ഇങ്ങനെ ഒരു ഓപ്പോസിറ്റ് ആണ് പറഞ്ഞത്. അപ്പൊ മേ ബി തോട്ട് ഓക്കെ മേ ബി അല്ല വിചാരിച്ചിട്ടുണ്ടാവും ഇപ്പം ജെൻഡർ അറിയണ്ട. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഫസ്റ്റ് ടൈം ബേബിനെ എന്റെ കയ്യിൽ കിട്ടിയ സമയത്ത് ഐ വാസ് വെരി ഇമോഷണൽ. എനിക്കത് ആ സമയത്താണ് ബേബി ഗേൾ ആണ് എനിക്ക് പഠിച്ചു തന്നിരിക്കുന്നത്, നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അത് വെരി വെരി ഇമോഷണൽ മൊമെന്റ് ആണ്. കുറെ പേര് എന്നോട് ചോദിച്ചു ഫാമിലിയിൽ പോലും എന്തിനാ ആ സമയത്ത് കരഞ്ഞതെന്നുള്ളത്. അതെനിക്ക് ആ ഫേസിലൂടെ കടന്നു പോകുന്നവർക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് എസ്പെഷ്യലി സീയിങ് എ പ്രിൻസസ് ഗേൾ ഇൻ ഫ്രണ്ട് ഓഫ് യു നമുക്ക് എന്തായാലും ബ്രേക്ക് ഡൗൺ ആയി പോകും, ഇമോഷണൽ ആയി പോകും. ഐ വാസ് ഓൺ മൈ നീസ്. അത് ആക്ച്വലി ഉള്ളിലാണ്, ഡോറിന്റെ പുറത്തുനിന്നുള്ള വിഷ്വൽ പുറത്തുനിന്നാണ് കാണുന്നത്. ഉള്ളിൽ ആക്ച്വലി ഐ വാസ് ഓൾമോസ്റ്റ് ഓൺ ദ ഫ്ലോർ കണ്ടിട്ട് ബേബിനെ കണ്ടിട്ട്. കമന്റ്സ് ചിലവരൊക്കെ ഉണ്ടായിരുന്നു, എന്തിനു കരഞ്ഞു, ബേബിനെ കൊണ്ടുവരുന്നു. ഏതൊരു ഫാദർ ആണെങ്കിലും കരയല്ലോ. അപ്പോൾ അത് വെരി ഇമോഷണൽ ആൻഡ് വെരി മെമ്മറബിൾ മൊമെന്റ് ആണ് നമ്മുടെ ലൈഫിൽ. അതൊരു പുതിയ തുടക്കമായിരുന്നു. ആഫ്റ്റർ ഓൾ ദ ട്രാവലിംഗ് ആൻഡ് ഓൾ ദാറ്റ് ഇൻ ദ ലാസ്റ്റ് 4 years 5th year ആയപ്പോഴത്തേക്കും നമ്മൾ ബേബി അൽഹംദുലില്ലാ. അപ്പോൾ അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മൾ ആ കരഞ്ഞു പോയ ആ ഒരു മൊമെന്റിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ആ വീഡിയോ കൂടി ഒന്ന് കാണാം. ഇപ്പോഴും കരയും. വെരി വെരി ഇമോഷണൽ മൊമെന്റ് ആണ് അത്. നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. കുറേ പേര് എനിക്ക് തോന്നി അത് മനസ്സിലാക്കിയവരുണ്ട്. കുറേ പേര് നെഗറ്റീവ് പറഞ്ഞവർക്ക് തോന്നും വൺസ് അവരൊരു ഫാദർ ആവുമ്പോൾ അവർക്കത് മനസ്സിലാവും എന്തുകൊണ്ട് നമ്മൾ ഇമോഷണൽ ആവണം. അവിടെ ഒരു എൻറ്റയർ ജേർണി നമ്മളൊരു മിനി ഡോക്യുമെന്റ് ചെയ്ത് റീലാക്കിയിട്ട് അപ്ലോഡ് ചെയ്തായിരുന്നു. കാരണം ഇനിഷ്യലി നോർമൽ ഡെലിവറി എനിക്ക് പെയിൻ വന്നിട്ട് പോയതാ. പെട്ടെന്ന് പെയിൻ വന്നിട്ട് രാത്രി പോയതാണ്. നോർമൽ ഡെലിവറി എക്സ്പെക്ട് ചെയ്തു, ബട്ട് സി സെക്ഷനിലേക്ക് ആവേണ്ടി വന്നു. അപ്പൊ എല്ലാ പെയിനും ഞാൻ ഗോ ത്രൂ ചെയ്തു. എനിക്ക് ഒന്ന് പിന്നെ ഞാൻ ചെയ്തൊരു വീഡിയോ ആയിരുന്നു, സി സെക്ഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. സി സെക്ഷൻ ആവുമ്പം പൊതുവേ നമ്മുടെ അടുത്ത് വരുന്ന ആരെങ്കിലും നമ്മളെ കാണാൻ വരും, ഇപ്പം ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും പൊതുവേ ഭയങ്കര ഈസി. എൻ്റെ അടുത്ത് ചോദിച്ചത് കുട്ടി ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങിയതല്ലേ എന്നാ ചോദിച്ചത്. അവരെ ചോദിച്ചാൽ ഈസി ആണെന്ന സി സെക്ഷൻ നെവർ ഈസി. ശരിക്കും സി സെക്ഷൻ ഉള്ളവര് ആരും തുടക്കത്തിൽ തന്നെ പോയിട്ട് സി സെക്ഷൻ മതി എന്ന് നമ്മൾ പറയില്ല ഡോക്ടേഴ്സിൻ്റെ അടുത്ത്. നമ്മൾ നോർമലിന് ട്രൈ ചെയ്തിട്ടാണ് അത് സി സെക്ഷൻ ആവുക. അപ്പം നോർമലിന് അത്രയും ട്രൈ ചെയ്തു. എനിക്ക് കംപ്ലീറ്റ് ലൈക്ക് 10 centimeter ഒക്കെ ഓപ്പൺ ആയി. ഓൾമോസ്റ്റ് ഹെഡ് വരെ കണ്ട സമയത്താണ് മെക്കോണിയം, നമ്മൾ മഷി ഇളകാന്ന് പറയും, മെക്കോണിയം പാസ് ചെയ്യുന്നത്. അത് ബേബി ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം. അപ്പോഴാണ് സി സെക്ഷൻ ആവുന്നത്. അപ്പോൾ സോ അത്രയും സമയം ഞാൻ ലേബർ പെയിൻ ഒക്കെ ഗോ ത്രൂ ചെയ്തിട്ട് പിന്നെ ഞാൻ നെക്സ്റ്റ് അനസ്തീഷ്യ എടുത്ത് സി സെക്ഷൻ കഴിഞ്ഞിട്ടുള്ള പെയിൻ എന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് അറിയാം. നമുക്ക് പ്രോപ്പർലി നടക്കാൻ പോലും പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഗോ ത്രൂ ചെയ്തിട്ട് ആൾക്കാർ വരുമ്പോൾ പക്ഷെ എന്താ പറയാ, സി സെക്ഷൻ അല്ലേ, ഓ ബേബി ഫ്ലൈറ്റിൽ വന്ന് ഇറങ്ങി സുഖമായില്ലേ, ഒന്നും അറിയില്ല, ഒന്നും അറിഞ്ഞില്ലല്ലോ. ക്വസ്റ്റ്യനിങ് അവരുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഒരു കഴിവ് അളക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗിൽറ്റി ഫീൽ ആയി. നമ്മൾ എഫേർട്ട് എടുത്തിട്ടില്ല പ്രഗ്നൻസിയിൽ എന്നുള്ള തോന്നലാണ് എനിക്ക് തോന്നിയിട്ട് ആൾക്കാർ അങ്ങനെ ചോദിക്കുമ്പോൾ. അത് ഈ രണ്ടും പ്രഗ്നൻസിന്റെ രണ്ട് മോഡ് ഓഫ് അല്ലേ, അപ്പൊ അത് ഹെൽത്തി ആവണം അമ്മ ആൻഡ് ബേബി ഹെൽത്തി ആവാന്നുള്ളതാണ്. പക്ഷെ അത് ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ സി സെക്ഷൻ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ ഓ ഈസി ആയില്ലേ, പക്ഷെ നെവർ ഈസി. നമ്മൾ അത് ഗോ ത്രൂ ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ആൾക്കാരെ വക വരുമല്ലോ, സുഖമായില്ലേന്ന്. അപ്പം നമ്മൾ ആലോചിക്കും ഇത്രയും പെയിനൊക്കെ ഗോ ത്രൂ ചെയ്തിട്ട് സുഖമായില്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, സി സെക്ഷൻ ആൻഡ് നോർമൽ. അതിൽ ഒരുപാട് അമ്മമാർ ഇത് ഗോ ത്രൂ ചെയ്ത ആൾക്കാരെ മെസ്സേജ് കണ്ടപ്പോൾ എനിക്ക് ഇത്രയും പേര് അത് ഗോ ത്രൂ ചെയ്തിട്ടും ആരും അതിനെക്കുറിച്ച് സംസാരിച്ചില്ല. And we did that video simply because ഇനി കുറച്ച് പേര് ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവണം സി സെക്ഷൻ എളുപ്പമല്ല. സി സെക്ഷൻ ആണോ നോവൽ ആണോ എന്ന് ചോദിക്കാൻ പാടില്ല. ബേബിക്ക് സുഖമാണോ അമ്മയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നു. ഡെലിവറി കഴിഞ്ഞ ബോയോ ഗേളോ ആണോ എന്ന് ചോദിക്കുന്നതിന് പകരം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, സി സെക്ഷൻ ആണോ നോർമൽ ആണോ എന്നല്ലേ. ശരിക്കും രണ്ടും പെയിൻഫുൾ അല്ലാതെ ബേബി ഒരിക്കലും പുറത്ത് വരില്ല. അല്ലാതെ എനിക്ക് തോന്നുന്നു പൊതുവെ ഇപ്പം പ്രസവം എന്നൊക്കെ പറയുമ്പോഴേക്കും ആളുകൾ പറയുന്ന നോർമൽ ആ ഒരു പെയിൻ അനുഭവിച്ച് നാച്ചുറൽ ആയിട്ട് ചെയ്തവർക്ക് ഭയങ്കര കുറ്റം. എനിക്ക് ഭയങ്കര ഗിൽറ്റി ഫീൽ അടിക്കും. ഞാൻ എന്തോ മിസ്റ്റേക്കാ ചെയ്തതെന്ന് തോന്നി. ഫസ്റ്റ് ടൈം ഡെലിവറി കഴിയുമ്പം നമ്മൾ എന്തോ കുറ്റം ചെയ്ത പോലെ, നമുക്കൊന്നും അറിയില്ലല്ലോ ഇതിനെക്കുറിച്ച്. അപ്പൊ ഇത് വന്ന് ചോദിക്കുമ്പം നോർമൽ ആയില്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ തെറ്റ് ചെയ്ത പോലെ. ശരിക്കും ആ ഒരു ക്വസ്റ്റ്യനിങ്ങൊക്കെ നിർത്തേണ്ട സമയമായി. രണ്ടിനും റെസ്പെക്ട്. രണ്ടും എക്സ്ട്രീംലി പെയിൻഫുൾ ആണ്. ഞാനൊക്കെ രണ്ടും അനുഭവിച്ച ഫീൽ എനിക്ക്. നോർമലിന്റെ പെയിനും അനുഭവിച്ചു, സി സെക്ഷനും ആയി. പക്ഷെ നമുക്കൊരു ഹെൽത്തി ബേബി ആവുമ്പോൾ
അതാണ് ശരിക്കും ചോദിക്കേണ്ടത് ആൾക്കാർ, അത് മാറി വരേണ്ടത് അതാണ്. പക്ഷെ ഇപ്പോഴും എന്നെ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ 90 days ആയിട്ടില്ല, ഞാൻ പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും വന്നാൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ നേരിടുന്നുണ്ട്. ഇപ്പം പ്രഗ്നൻസിയിൽ എല്ലാവരും നേരിടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മിൽക്ക് ഷെയ്മിങ്, പാലില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ, അതുപോലെ ബോഡി ഷെയ്മിങ് പോലെ മിൽക്ക് ഷെയ്മിങ്, അതുപോലെ നമ്മുടെ സി സെക്ഷൻ ആണോ നോർമൽ ആണോ, അങ്ങനെ ബേബി വെയിറ്റ് ഇല്ലേ, യൂഷ്വൽ സാധനങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജനറേഷൻ ഐ തിങ്ക് ഒരുപാട് കാര്യങ്ങളിൽ അഡ്വാൻസ്ഡ് ആണ്. ഐ തിങ്ക് ദാറ്റ്സ് താങ്ക്സ് ടു സോഷ്യൽ മീഡിയ. ഈക്വൽ പാരന്റിങ് നമ്മുടെ ജനറേഷനിൽ ഒരുപാട് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഡയപ്പർ, ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നപ്പോൾ ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന റിയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഈ ജനറേഷനിൽ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ കസിൻസിലും എൻ്റെ ഫാമിലിയിൽ നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ വി ആർ ഏബിൾ ടു സീ ദാറ്റ് ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഈസ് ദ റൈറ്റ് വേ ടു ഗോ ഹെഡ്. കാരണം നമുക്ക് പഴയ ജനറേഷൻ അങ്ങനെ ആണെന്ന് വെച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ കാണുന്നത് അതാണ്, നമ്മൾ കാണുന്നത് ഈ ഒരു സ്റ്റൈൽ ഓഫ് ഈക്വൽ പാരന്റിങ് ആണല്ലോ. സോ ഇറ്റ് ഈസ് ഇവോൾവിങ്. അപ്പോൾ എല്ലാവരും ഈക്വൽ പാരന്റിങ് ഒക്കെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം. ഒരുപാട് വന്നു. അതെ, ഇനി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് വീഡിയോയിൽ ഇപ്പൊ നോർമലി എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഫേസ് ബ്ലർ ചെയ്യുന്നത്. പക്ഷെ അത് ചില ആളുകൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തോ നിങ്ങൾക്ക് ബേബിനെ കാണിച്ചുകൂടാ. ഇനീഷ്യൽ എന്ന് പറയുമ്പോൾ ബേബി കുഞ്ഞതല്ലേ, ഒരു 40 days പോലും ആവാതെ നമുക്കൊരു ടെൻഷൻ അല്ലേ. അവരും നമ്മളെ വയറിന്ന് വന്നിട്ട് ഈ ഒരു എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. പിന്നെ ഓഫ് കോഴ്സ് ഞാൻ കൺഫ്യൂഷൻ ആയിരുന്നു, കാണിക്കണോ പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന അത്ര പേര്, നമ്മളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പറയും പോസ്റ്റ് ചെയ്യാൻ പോവാണ്. അതെങ്ങനെ അതിന് മുന്നേ പറയട്ടെ, ബിഫോർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി നമ്മൾ ഇത് ഫോട്ടോസ് ഒക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ചുമ്മാ ഒരു റീസൺ മതി. ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ചിലപ്പോൾ ഞാൻ വിളി കേൾക്കാത്തതിനോ അല്ലെങ്കിൽ ഫോൺ എടുക്കാത്തതിനോ എബ വിൽ ബി അപ്സെറ്റ് അല്ലെങ്കിൽ ഞാൻ വിൽ ബി അപ്സെറ്റ്. ഇപ്പം നമ്മൾ എന്ത് ചെയ്തു, ഫോട്ടോ എടുത്തതിന് മുന്നേ അങ്ങോട്ട് പറയും എപ്പോൾ ഫോട്ടോ ഇടാൻ പോവാണ്, നമ്മൾ ഫൈറ്റ് ചെയ്യാൻ പാടില്ല, ചെറിയ കാര്യങ്ങളൊന്നും വെച്ച് ഫൈറ്റ് ചെയ്യരുതെന്നൊക്കെ പറയും. ശരിക്കും നമ്മളൊരു ഫോട്ടോ ഇട്ട ആ ഡേയിൽ നമുക്ക് വയ്യ. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ വി മേക്ക് ഷുവർ ലൈക്ക് ട്രാവലിംഗ് കഴിഞ്ഞ് ഇപ്പൊ യൂറോപ്പ് ട്രിപ്പ് ഒക്കെ ചെയ്ത സമയത്ത് നമ്മൾ ഒരു 8-9 countries ഒന്നിച്ച് പോയി. ആ സമയത്ത് തിരിച്ച് വന്നിട്ട് ഞങ്ങളെല്ലാം പോസ്റ്റ് നമ്മളെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളൂ. ഇല്ലെങ്കിൽ കാരണം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അത് ആക്ച്വലി ഞാനും അതിൽ ഭയങ്കരമായിട്ട് ബിലീവ് ചെയ്യുന്നു. That is one reason ബേബിനെ കാണിക്കാത്തത് ഇനീഷ്യലി അതുകൊണ്ടായിരുന്നു. കാരണം നമുക്കറിയില്ല. ഇനീഷ്യൽ നമ്മളെല്ലാവരും പറയും ഒരു 60 days ബേബി ആ ഒരു ഗ്രോയിങ് ഫേസ് ആണ്, എങ്ങനെ വേണമെങ്കിലും ബാധിക്കാം അവരെന്ത് വേണമെങ്കിലും. സോ വി മേഡ് ഷുവർ ഒരു സേഫ് പീരീഡ് കഴിഞ്ഞിട്ട് ബേബിനെ നമുക്ക് ഒരു സെറമണി ഒക്കെ ഉണ്ട്. സ്നേഹിക്കുന്ന ആൾക്കാർ അവരെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് ബേബിയുടെ നെയിമും ബേബിയുടെ ഫേസ് എന്നാ കാണിക്കാൻ അത്രയും മെസ്സേജസ് വന്നു. അപ്പൊ ഞാൻ റീഡ് എടുത്ത് പറഞ്ഞു കാണിക്കാം. നമ്മള് ഹോസ്പിറ്റലിൽ കാരണം ഇങ്ങനെ ഹോസ്പിറ്റലിൽ ഇറങ്ങുമ്പോൾ പോലും നമ്മൾ ഫോളോവേഴ്സ് ദൂരെ നിന്ന് കാണണം, ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ട്രൈ ചെയ്യുന്നത് കാണാൻ. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്പിറ്റൽ വിസിറ്റ്സ് ഈ സമയത്ത് ഉണ്ടാവുള്ളൂ, അപ്പോൾ പോലും ഓടി അടുത്തേക്ക് വരും. അപ്പം നമ്മൾ വിചാരിച്ചു അത്രയും നമ്മളെ കൂടി ഈ ഒരു ജേർണിയിൽ നിന്ന ആൾക്കാർ എന്തായാലും അവരെ കാണണം. ബേബിയുടെ ഫേസ് ഡെയിലി എപ്പോഴും സ്ഥിരമായിട്ട് കാണിക്കാന്നല്ല, അവളൊരു ഫംഗ്ഷനും കഴിഞ്ഞു, ഇനി അങ്ങനെ എപ്പോഴും കാണിക്കാതല്ല, നമുക്ക് ടെൻഷൻ ആണല്ലോ. ഇനിയൊന്ന് അഡാപ്റ്റ് ആയിട്ട് വരണം. എനിക്ക് തോന്നുന്നു പല സെലിബ്രിറ്റീസ് ഇപ്പൊ ആക്ടേഴ്സ് പോലും സ്റ്റിൽ കുട്ടികളുടെ ഫേസ് റിവീൽ ചെയ്തിട്ടില്ല. കാണിക്കുന്നവരുണ്ട് പെട്ടെന്ന് കാണിക്കുക. അങ്ങനെ ചെയ്യുമ്പം ഞാനിപ്പോ കാണിക്കാതിരുന്നപ്പോ എന്റെ അടുത്ത് ചോദിക്കും, ആഹാ നീ ആരാ, ആലിയ ഭട്ടാണോ, ഫേസ് കാണിക്കാത്തത് എന്താന്നൊക്കെ ചോദിച്ച് ചുമ്മാ കളിയാക്കുന്നവരും ഉണ്ട്. നമുക്കെന്നാ വിളിക്കാം. അയ്യോ സത്യം ഉറങ്ങിപ്പോയിണ്ടാവും. ഉറങ്ങിപ്പോയി. നമ്മള് ഇന്റർവ്യൂ വെയിറ്റ് ചെയ്ത് ആളെ ഉറങ്ങി. സോ ടെജിന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ഇങ്ങനെ ഇരുത്തണോ, എന്റെ ഇവിടെ ഇരുത്തണോ? ഞങ്ങളിപ്പോഴും എടുത്തു പഠിക്കുന്നത്. ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഹായ് മസ്താനി. നിന്റെ ഫസ്റ്റ് ചാനലാണ്, ഞങ്ങളുടെ ചാനലിൽ പോലും വന്നിട്ടില്ല. ഒരു മിനിറ്റ് ഞാൻ ഇങ്ങനെ തന്നെ പിടിക്കാം. ഓക്കെ
ഹായ് ഹായ് ഒക്കെ പറയുന്നുണ്ട് ട്ടോ ഉറക്കത്തിലാണെങ്കിൽ. സോ ദിസ് ഇസ് ട്വെലിൻ എൻഡ്രസ് റിവാസ്, നമ്മളുടെ ടെസ് ബേബി. നമ്മളെ ലോകം. നമ്മൾ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ആള് നമ്മളിവിടെ വന്നപ്പോ റെഡി ആയി ഫുൾ എനർജിയിൽ ഞാൻ റെഡിയാണ്. ആക്റ്റീവ് ആയിരുന്നു. ഞാൻ അവിടുന്ന് കുഞ്ഞു സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ ഡാഡി മോളി സംസാരം ലാസ്റ്റ് ഉറങ്ങിപ്പോയി. അയ്യടാ എനിക്കറിയാം ഇപ്പം ഫസ്റ്റ് ടൈം ബേബിനെ കാണുമ്പോ ഇതിലും കുഞ്ഞായിരിക്കും. അപ്പൊ ആ ഒരു ഫസ്റ്റ് മൊമെന്റ് എങ്ങനെയായിരുന്നു കണ്ടപ്പോ കരഞ്ഞത്? ഹെബയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഭയങ്കര ഒബ്സഷൻ ആയിരുന്നു. എനിക്ക് എൻ്റെ റീയുടെ ഉമ്മ വേറെ ആരെടുത്താലും എനിക്ക് ടെൻഷനാ. അവരെ കയ്യിൽ നിന്ന് വീണു പോവോ. ഇപ്പൊ നോക്കുന്ന എവറി ഡേ രാത്രി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് 5 days ഒക്കെ ഹെബക്ക് അറിയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ബേബി പാല് കുടിക്കുന്നില്ലെങ്കിൽ ഹെബക്ക് ഒബ്സസ്ഡ് ആയി, ഹെബ ടെൻസ്ഡ് ആയി. ഞാൻ കണ്ട ഇത്രയും കാലം 4 years കണ്ട ഹെബ ആയിരുന്നില്ല ആഫ്റ്റർ ഡെലിവറി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഷി വാസ് വെരി ഒബ്സസ്ഡ് വിത്ത് ദ ബേബി. അതായത് ഇപ്പൊ പാല് 2 hours കൂടുമ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് 2 hours കൂടുമ്പോൾ ഫീഡ് ചെയ്യണം. ഷി വാസ് മേക്കിംഗ് ഷുവർ എവറി 2 hours ദ ബേബി വാസ് ഫെഡ്. പക്ഷെ അങ്ങനെ ഒരുപാടായാലും നമ്മൾ മെന്റലി ഭയങ്കര ഹെബ ഡ്രെയിൻഡ് ആവാൻ തുടങ്ങി, ഹെബനെ ശ്രദ്ധിക്കാതാവാൻ തുടങ്ങി. അപ്പം കരച്ചിലായി. അപ്പൊ നഴ്സസ് ഒക്കെ ഇനീഷ്യൽ 5 days വന്ന് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ, ഇങ്ങനെയാണ് ഉമ്മമാര് വന്ന് പറഞ്ഞു ഹെബ ഇങ്ങനെയാണ് നിങ്ങളൊക്കെ നമ്മൾ വളർത്തിയിട്ടുള്ളത്, ഓവർ കൺസേൺഡ് ആവരുത്, അത് നിന്നെ മെന്റലി എഫക്ട് ചെയ്യും. ആ പോസ്റ്റ്മോർട്ടം അതൊക്കെ വരാൻ ചാൻസ് ഉണ്ടല്ലോ, ബ്ലൂസ്, ബേബി ബ്ലൂസ്. സോ ആ ഒരു 5 days വാസ് ഹാർഡ് ഫോർ ഹെബ. പിന്നെ ഹെബ വീട്ടിലേക്ക് വന്നു, പതുക്കെ അതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി. പിന്നെ ഹെബന്റെ ലോകം ബേബിയുടെ ലോകം തന്നെ, നമ്മളുടെ ലോകമൊക്കെ ബേബി. ഹെബ വാസ് ടോട്ടലി ഇൻടു ബേബി. എനിക്ക് ഇവര് കറക്റ്റ് നമ്മളെ ആ ഒരു ഡെലിവറിയുടെ സമയത്ത് ചോദിക്കുമ്പോൾ നമുക്ക് കൂടുതലും ബേബിനെ കുറിച്ച് ഞങ്ങൾ ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എക്സ്പീരിയൻസാ കൂടുതൽ പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞങ്ങൾ കറന്റ്ലി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കൂടുതൽ മോർ ഇൻ ടു ബേബി വർക്കും കാര്യങ്ങളൊക്കെ രണ്ടുപേരും മാറ്റി വെച്ച് ഫുള്ളി ഇതാണ്. പക്ഷെ ഞാൻ ലാസ്റ്റ് ടൈം വരെ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ. എനിക്കിപ്പം ഞാനൊരു ഡെലിവറിക്ക് പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ വരെ ബേബി ഷവറും എൻ്റെ ഷൂട്ട്സൊക്കെ പ്രൊമോഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇനി ബാക്ക് ടു ഷൂട്ട്സ് ആണ്, നമുക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യണം എന്നാ. അല്ലെങ്കിൽ അപ്പോഴാണ് നമ്മൾ ഓരോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ പോവുക. എനിക്കിപ്പോൾ റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ. ഇപ്പോൾ എനിക്കറിയാം നമ്മൾ നേരത്തെ സംസാരിച്ച കാര്യമാണ്. ഇപ്പം ബേബീനെ എടുത്തോണ്ട് വന്നപ്പോൾ തന്നെ കുഞ്ഞു ബേബീസിനെ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെക്കാളും റീക്കാണ് എടുക്കാനും എക്സ്പീരിയൻസ് ആയതല്ലേ. അത് നമുക്ക് ആക്ച്വലി ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ വി വർ നോട്ട് കിഡ്സ് പേഴ്സൺ. അപ്പോൾ അതുകൊണ്ട് ഒരു പേടി ഉണ്ടെങ്കിൽ പോലും വി നോ നമ്മൾ രണ്ടുപേരും ആണ് നമ്മൾ ഏറ്റവും പൊന്നുപോലെ നോക്കേണ്ടത്. ബാക്കി അൾട്ടിമേറ്റ് എല്ലാവരും പോവും. ഒരു 40 days ഒക്കെ കഴിയുമ്പോൾ എല്ലാവരും പോവും. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ തന്നെ എടുത്ത് പഠിക്കണം, നമ്മൾ തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യണം. ഉറങ്ങാത്ത രാത്രികളുണ്ട്. ഐ യൂസ് ടു സ്ലീപ്പ് അറ്റ് 6 in the morning. അപ്പം ഒരു 40 days ആള് രാത്രി ഉറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ ഉറങ്ങും. അത് ഇനീഷ്യൽ ഡേയ്സ് നമ്മൾ അതിനു വേണ്ടി നമ്മൾ അഡാപ്റ്റഡ് ആയി. 6 ഞാൻ രാവിലെ ഉറങ്ങും, ദെൻ ഞാൻ 12 എഴുന്നേൽക്കുന്നുണ്ടാവുക. 6 hours മോർണിംഗ് ഷിഫ്റ്റ് ഞാൻ ചെയ്യും. അങ്ങനെ സോ ഹെബക്ക് സ്ട്രെസ് ഇല്ല സമയത്ത്. ഈക്വലി നമ്മൾ മാനേജ് ചെയ്തു. ദെൻ ഉമ്മമാരുണ്ടായിരുന്നു ഇത്താത്തരൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തന്നെ നമ്മൾ തന്നെ അവരും കൂടെ ഉള്ളതുകൊണ്ടാണ് മാഷാഅല്ലാ നമുക്കിത് ഈസി ആയത് ഈ ഒരു പ്രോസസ്സ്. നമ്മൾ ശരിക്കും ഇതെടുത്ത് പറയേണ്ടതാണ്. ഉമ്മമാരുടെ നമുക്ക് എപ്പോഴും ഉമ്മമാരുടെ വാല്യൂ നമുക്കറിയാം, പക്ഷെ പ്രഗ്നൻസി സമയത്തും അവരുടെ റോള് ഹ്യൂജ് തന്നെയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പം ഡെലിവറി കഴിഞ്ഞു, ബേബീനെ കണ്ടതും ബേബിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. എന്തായിരുന്നു ഡെലിവറി കഴിഞ്ഞ് ഹെബേനെ കണ്ടപ്പോൾ തോന്നിയ ആ ഒരു ഫീല്? എനിക്ക് ഏറ്റവും കൂടുതൽ ഹെബിനോട് സ്നേഹം തോന്നിയ മൊമെന്റ് അതായിരിക്കും. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കാരണം എനിക്ക് തോന്നുന്നു ആ ടൈമിലാണ്. കാരണം ഇപ്പൊ പറഞ്ഞു നമ്മള് കംപ്ലീറ്റ്ലി ഇൻടു ട്രാവലിംഗ്, നമ്മളുടെ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്ന ഒരു മൊമെന്റിലാണ് ബേബി. നമ്മൾ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ബട്ട് സ്റ്റിൽ 4 years നമ്മൾ റിസപ്ഷൻ കഴിഞ്ഞു. വി ഹാഡ് ദിസ് ഇൻ മൈൻഡ്. അപ്പം നമ്മള് ആ സമയത്ത് ഹെബ കംപ്ലീറ്റ്ലി ഹോളിലേക്ക് പോവാണ്. ഹെബ ഷൂട്ട്സ് എടുക്കുന്ന ഒരാളാണ്. ഹെബ ഇസ് ഇൻ ടു സോഷ്യൽ മീഡിയ. അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഹെബക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ഫോർ ടൈം ബിഗ്. ഫസ്റ്റ് 3-4 months നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫസ്റ്റ് ട്രൈമസ്റ്റർ. അപ്പൊ അത് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രഗ്നൻസി അനൗൺസ് ചെയ്യാൻ ഒരുപാട് ലേറ്റ് ആയി. 7th month നമ്മൾ അനൗൺസ് ചെയ്യുന്നത്. അഗെയിൻ നസറിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. സോ അത് 7th month നമ്മൾ റിവീൽ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാം നോക്കുമ്പോൾ ഹൗ ഹാസ് അഡാപ്റ്റഡ് ആൻഡ് നമുക്ക് 10 months നമുക്കും കൂടി വേണ്ടിയിട്ടാണ് ഇവർ ഈ ജേർണിയിലൂടെ ഗോ ത്രൂ ചെയ്യുന്നത്. സോ
എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് സ്നേഹം തോന്നിയ മൊമെന്റ് അത് തന്നെയാണ്. ഹെബ പ്രഗ്നൻസി കഴിഞ്ഞ് ഐ റിമെമ്പർ ഞാൻ ഫസ്റ്റ് ഹെബിനെ ഡെലിവറി കഴിഞ്ഞ ഹെബ ഷിവറിംഗ് ആയിരുന്നു. സി സെഷൻ കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് ഹെബ വാസ് ഷിവറിംഗ്. ഞാനും ഉമ്മമാരുണ്ട്. ഹെബ വാസ് ലിറ്ററലി ഷിവറിംഗ് ഹോസ്പിറ്റൽ ബെഡിൽ ICU പുറത്തുള്ള ഗേറ്റിൽ. അപ്പം അത് നമുക്കും കൂടി വേണ്ടിയാണ് അവർ ഷിവർ ചെയ്യുന്നത്. അവർക്ക് ദർ ഇസ് അനദർ ഓപ്ഷൻസ്. അപ്പോൾ നമ്മൾ ആസ് എ ഫാമിലിയാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്, ടു ഗ്രോ ആസ് എ ഫാമിലി. അപ്പോൾ അത് മോസ്റ്റ് റെസ്പെക്ട്ഫുൾ ആൻഡ് എനിക്ക് ഏറ്റവും സ്നേഹം തോന്നിയ മൊമെന്റ് അതാ ഹെബന്റെ അടുത്ത്. ആൻഡ് ഇറ്റ് വിൽ ഓൺലി ഗോ ഹൈ. കാരണം ബേബിന് അത്രയും മാഷാഅല്ലാ പൊന്നു പോലെയാണ് നോക്കുന്നത്. തിരിച്ച് ഇപ്പം ഡെലിവറി കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ബേബി വരും, അതിനുശേഷം ഇപ്പം വന്ന സമയത്ത് എന്തായിരുന്നു മൈൻഡിൽ ഓർമ്മയുണ്ട് ആ ഒരു മൊമെന്റ്? ഞാൻ ഭയങ്കര ഷിവറിംഗ് ആണെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ബേബിയെ ചോദിച്ചോണ്ടിരിക്കും, എനിക്ക് ഇവരൊക്കെ കാണണമെന്നുണ്ട്, ഇവരൊക്കെ ബേബിയെ കണ്ടോ. നമുക്ക് ആ ഒരു മൊമെന്റ് മിസ് ചെയ്യുമല്ലോ. നമ്മൾ ഇവർ ICUലിട്ട് കുറേ ഒരു 8 hours ഒക്കെ കഴിഞ്ഞിട്ട് പുറത്ത് കൊണ്ടുവരും. അപ്പൊ ബേബി ഇവര് കണ്ടോ, ഇവര് ബേബിയെ കണ്ടിട്ടുള്ള ആ ഒരു മൊമെന്റ്സ്, ആ എക്സ്പ്രഷന്, അതെനിക്ക് കാണും. ഞാൻ എൻ്റെ ബ്രദറോട് പറഞ്ഞു എല്ലാം ക്യാപ്ചർ ചെയ്യണം. എനിക്ക് ഉമ്മ ബേബിനെ ഫസ്റ്റ് കാണുമ്പോഴുള്ള അതൊക്കെ നമുക്ക് മിസ് ചെയ്യും. നമ്മൾ ഇവരങ്ങ് കൊണ്ടുപോകും. ശരിക്കും അതൊക്കെ കാണണം. അപ്പൊ എൻ്റെ മൈൻഡിൽ ഇവരൊക്കെ ബേബിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തവരെല്ലാവരും ബേബിയുടെ കണ്ടിട്ടുള്ള എക്സ്പ്രഷന് സന്തോഷം എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാ. നമ്മളെല്ലാം ഡോക്യുമെന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അത് കോണ്ടന്റിനാന്ന് നമ്മൾ പറയില്ല. നമ്മളുടെ അതിപ്പോ ഒരു ചെറിയ ഫോളോവേഴ്സ് ഇല്ലാത്തൊരു പേജ് ആണെങ്കിൽ പോലും നമുക്ക് മെമ്മറി കാണാൻ വേണ്ടിട്ട് അത് നമ്മൾ രണ്ടുപേരും നമ്മൾ കോളേജ് ലൈഫ് അല്ലെങ്കിൽ സ്കൂൾ ലൈഫ് മുതൽ നമ്മളിങ്ങനെ വീഡിയോ ഡോക്യുമെന്റ് ചെയ്യാൻ ഇഷ്ടമാണ്. അപ്പൊ അത് നമ്മള് ഞാൻ എടുക്കട്ടെ കിടത്താം. അപ്പോൾ അങ്ങനെ പേരന്റിങ് ആ ഒരു വിശേഷങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു പേര് ട്വെലിൻ, ആ ഒരു നെയിമിംഗ് സെറിമണി ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. ഈ ഇവിടെ മേലെ അല്ലായിരുന്നു അത്? ഞാൻ ഇതുവരെ അങ്ങനെ ഒരു നെയിമിംഗ് സെറിമണി കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ഒരു റിവീൽ ചെയ്യുന്ന ഒരു പരിപാടി പൊതുവെ LEDs ഒക്കെ എനിക്കൊന്ന് കുറെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. അതില് എനിക്ക് തോന്നുന്നു ആ വീഡിയോയിൽ ഒരുപാട് പേര് എന്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്താ പേര് നിങ്ങളല്ലേ ഇട്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു. ആക്ച്വലി ഞാനിത് ഈ പടക്കം വരുന്നോ ഇതൊന്നും, ഞാൻ ബേബി ഉണ്ടായതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. ഫയർ വർക്ക്സ് ഒക്കെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചു ഇങ്ങനെ ഒരു സംഭവം പ്ലാൻ ഉണ്ട്. ബ്രദറിലോ പറഞ്ഞു നമുക്ക് മുകളിൽ ചെയ്യാം, രസമുണ്ടായിരിക്കും. ഇതൊന്നും എനിക്ക് എന്റെ നെയിം റിവീലിംഗ് എന്ന് പറഞ്ഞാൽ അകത്തുനിന്ന്, കാരണം ബേബിയുടെ പൊന്ന് കെട്ടിക്കുന്ന ഫംഗ്ഷൻ അല്ല. അപ്പൊ ഞാൻ അകത്താ, എന്നെ പുറത്ത് കൊണ്ടുപോയി പെട്ടെന്ന് ടൈമറൊക്കെ കണ്ടപ്പോഴേ ഞാൻ ഇങ്ങനെയൊക്കെ ആണോ, ഞാൻ അറിയുന്നില്ല, ഞാൻ പുറത്തൊക്കെ ഇറങ്ങുന്നില്ല. കുറെ പേര് അപ്പോഴാണ് ഈ ഫയർ പൊട്ടിയപ്പോഴാണ് ഞാൻ ആ സർപ്രൈസിലാണ് ഇങ്ങനെ നിൽക്കുന്നത്. ബേബി കേട്ടോ, ഈ ക്രാക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ബേബിക്ക് നല്ലതല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇങ്ങനെ സംഭവം റീസെന്റ് നടന്നിട്ടുണ്ടല്ലോ. അപ്പം ഹെബ പറഞ്ഞിരുന്നു അത് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കണമെന്ന് തോന്നി. സോ വി തോട്ട്, കാരണം നമ്മൾ അഗൈൻ ഹെബ പറഞ്ഞു വി ലൈക്ക് ടു സെലിബ്രേറ്റ് ആ സ്പെഷ്യൽ മൊമെന്റ്സ്. അത് ഒരിക്കലും ഇൻസ്റ്റാഗ്രാമിനോ യൂട്യൂബിനോ കോണ്ടന്റിന് വേണ്ടിയിട്ടല്ല. വി ലവ് ഡൂയിങ് ഇറ്റ്. അത് നമ്മൾ അങ്ങനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. സോ എന്നെ മുന്നേ അറിയുന്നവർക്ക് ഇതിലേക്ക് വരുന്നതിന്റെ മുന്നേ ഒക്കെ ഞാൻ ബർത്ത്ഡേസും എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളാ. അത് കണ്ടപ്പോൾ ഹെബക്ക് ആക്ച്വലി സർപ്രൈസിംഗ് ആയിട്ട് തോന്നി. അതാണ് റിയാക്ഷൻ. ആൻഡ് മൈ റിയാക്ഷൻ വാസ് ടു സീ ദാറ്റ് നെയിം എല്ലാവരും കാണും, അത് വലിയ സ്ക്രീനിൽ കാണും. എനിക്ക് സ്പെഷ്യൽ മൊമെന്റ് ആ. ഫാമിലിയിൽ ആർക്കും അറിയില്ല. അപ്പൊ എനിക്ക് നമ്മളെ രണ്ടുപേരുടെ റിയാക്ഷനും അത്രയും ഇഷ്ടപ്പെട്ടുള്ളൊരു റിയാക്ഷനാണ് നമ്മളവിടെ. എനിക്ക് അത് മെമ്മറബിൾ മൊമെന്റ് ആണ്. കാരണം നമ്മൾ ആഗ്രഹിച്ച പേര് പുറത്തേക്ക് നമ്മൾ പറയാണ്. ഫാമിലിയിൽ അത് ഇഷ്ടപ്പെടുമോ എന്ന് നമുക്ക് അറിയില്ല. നമുക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടു, ഉമ്മമാർക്ക് ഇഷ്ടപ്പെട്ടു, പുറത്ത് നമ്മളുടെ ക്ലോസ് ഫാമിലിയിലേക്ക് പറയാണ്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ക്യാപ്ചർ ആണ് അവര് വീഡിയോഗ്രാഫർ എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ വീഡിയോസിനും നെഗറ്റീവ്സ് ഉണ്ടാവുമല്ലോ. അതിന്റെ നെഗറ്റീവ് അതായിരുന്നു, എന്തിനാണ് നിങ്ങളല്ലേ പേരിട്ടത്, ഇങ്ങനെ സർപ്രൈസ് ആവുന്നത് എന്തിനാന്ന്. ഞാൻ ആക്ച്വലി ഫയർ വർക്ക് ഒക്കെ കണ്ടിട്ടുള്ളത്, പിന്നെ ആണെങ്കിൽ ഫാമിലിയിൽ ആർക്കും ഈ പേര് അറിയില്ല, അവര് അവിടെയാണ് കാണുന്നത്. നമുക്ക് ലോങ് നെയിംസ് ഇഷ്ടമാണ്. എനിക്ക് സ്പെഷ്യലി ഇഷ്ടമാണ്. എന്റെ ഫാദർ ഞാൻ പറഞ്ഞു 33 years ബാക്ക് എനിക്ക് 4 names ആണ് തന്നിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് ഹെബക്ക് നിർബന്ധമായിരുന്നു ഹെബന്റെ പേര് പോലെ തന്നെ എന്റെ പേര് പോലെ കുറച്ച് യുണീക്ക് ആവണം, ഡിഫറെന്റ് ആവണം. സോ ട്വെലിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സ്വീഡിഷ്. എലഗൻസ്, പീസ്ഫുൾ, അതാണ് ട്വെലിൻ. അത് സ്വീഡിഷ് കൈൻഡ് ഓഫ് നെയിം ആണ്. എൻഡ്രേസ് ഇസ് മോർ ടുവർഡ്സ് സ്പാനിഷ്.
എൻട്രേസ് അങ്ങനെയാണ് ഒരു സംഭവം. ആള് ഭയങ്കര ട്രാവലിംഗ് ആയിരുന്നു. അല്ല അതുകൊണ്ടല്ല, എനിക്ക് യുണീക്ക് ആവണം എന്നുള്ളത് മാത്രമാണ്. നെക്സ്റ്റ് ബേബി ഉണ്ടാവുമ്പോഴും മിഡിൽ നെയിം നമ്മുടെ ഫാമിലി നെയിം ആയിട്ട് എൻട്രേസ് ആയിരിക്കും എല്ലാവരും, എൻട്രേസ് ഫാമിലി അങ്ങനെ ഒരു സംഭവം. ആൻഡ് റിവാസ് ഇസ് മൈ നെയിം. റിവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്നാണ്. പേർഷ്യൻ. സോ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. അപ്പൊ നമ്മൾ ആക്ച്വലി യുണീക്ക് ആവണം എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഓരോരുത്തരുടെ ആഗ്രഹം ഇൻഡിവിജ്വൽ നെയിം ചെയ്യണം, യുണീക്ക് ആവണമെന്നുണ്ട്. കാരണം 10 years or 15 years down the line അപ്പോഴും ഒരു പേരിനൊരു ഫ്യൂച്ചർ പ്രൂഫിങ് ഉണ്ടാവണം, പേര് യുണീക്കായിട്ട് സ്റ്റാൻഡ് ഔട്ട് ആവണം. കാരണം ഞാനത് അനുഭവിച്ചിട്ടുണ്ട് പേഴ്സണലി. എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും എന്താണ് പേരെന്ന് സെക്കൻഡ്ലി ചോദിക്കാറ്, വൺസ് മോർ ചോദിക്കും. രസമാണ്. അപ്പം കോമൺ ആവാതെന്നൊരു ആഗ്രഹമുണ്ട്. എൻ്റെ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സ്കൂളിലും ക്ലാസ്സിലൊക്കെ ഒരു പേരേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പൊ അതൊരു ചെറിയൊരു ആഗ്രഹമാണല്ലോ, നമ്മളെ ബേബീസിലൂടെ നമ്മൾ ആഗ്രഹങ്ങൾ തീർക്കാണല്ലോ ചെയ്യാറ്. അപ്പൊ അതാണ് ട്വെലിൻ എൻട്രേസ് റിവാസ്. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഹെബക്ക് അത് ഇഷ്ടപ്പെട്ടു. ഹെബ അതിൽ ട്വീക്ക് ചെയ്തു. ഹെബ ഒരുപാട് കാര്യങ്ങൾ അതിൽ മാറ്റി. അത് എല്ലാം കൊണ്ടൊരു കറക്റ്റ് വന്നു. എനിക്ക് യോഷ്ര എന്നുണ്ടായിരുന്നു ഹെബന്റെ പേര് വരുന്നതാണ്. ട്വെലിൻ എൻട്രേസ് യോഷ്ര എന്ന് വരുന്നത് ഹെബക്ക് നിർബന്ധമായിരുന്നു. പ്ലാൻ ചെയ്തത് ബോയ് ആണെങ്കിൽ ഓക്കെ നമ്മൾ ഈ സെക്കൻഡ് നെയിം ലൈക്ക് റിവാസിന്റെ പേര് കൊടുക്കണം. ഗേൾ ആണെങ്കിൽ യോഷ്ര. നമ്മളെപ്പോഴും ഉപ്പമാരുടെ പേരിന് പകരം നമുക്ക് രണ്ടുപേരും കൊടുക്കാന്നായിരുന്നു. ഫസ്റ്റ് ഗേൾ ആയതുകൊണ്ട് റിവാസ് തന്നെ കൊടുക്കാം. ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ബോയ് ആണെങ്കിൽ നിന്റെ പേര് ടെയിലായിട്ട് കൊടുക്കാം യോഷ്ര. അതല്ല ഇതില് കണ്ട നമ്മളിപ്പോ നെഗറ്റിവിറ്റി ഒക്കെ മാറ്റി നിർത്തിയാൽ കുറച്ച് ഫണ്ണായിട്ടുള്ള കുറച്ച് കമന്റ്സ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ പക്ഷെ അത് കറക്റ്റാ. എന്റെ നെയിം പോലും കാർഡ്സിലൊക്കെ ഡിഫറെന്റ് ഇട്ടിട്ടാണ് ശ്രാന്നൊക്കെ. അത് കറക്റ്റാ. ശരിക്ക് ഗവൺമെന്റ് ഓഫീസിലേക്ക് ഇപ്പൊ ശരിയാക്കി തരാം നിന്റെ പേര്. കൊറേ ഫണ്ണി കമന്റ്സ് എയർപോർട്ടിലാണെങ്കിലും അവര് വിളിക്കുക. ഇപ്പൊ റീന്റെ പേര് ആൻവൻ റിവാസ് മൊയ്തീൻ കളത്തിങ്ങൽ. മിസ്റ്റർ കളത്തിങ്ങൽ, മിസ്റ്റർ കളത്തിങ്ങൽ. അത് ആ ഒരു ടൈമിൽ തിങ്ക് ചെയ്തോ ലൈക്ക് ഈ ഒരു ഇപ്പം സർട്ടിഫിക്കറ്റ്സിലൊക്കെ ഇത് കുട്ടി എങ്ങനെ എഴുതും? അല്ല അത് എനിക്കത് കമന്റ്സിൽ വന്നു. അത് നമ്മൾ തിങ്ക് ചെയ്തോ, പാരന്റ്സ് തിങ്ക് ചെയ്യുന്നുണ്ടോ മക്കൾക്ക് ഇത് സോറി പാരന്റ്സ് തിങ്ക് ചെയ്യുന്നില്ലേ മക്കൾക്ക് എത്ര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പേര് എഴുതാനും, അല്ലെങ്കിൽ നീറ്റ് എക്സാമിന് അവർ എഴുതുന്ന സമയം തീരില്ലേ? ആ ഒരു ഡിഫിക്കൽട്ട് ഒരു ക്ലാസ്സിൽ തന്നെ ഒരുപാട് സെയിം നെയിം ഉള്ള ആളെക്കാട്ടും നല്ലത്, ആ ഒരു കൺഫ്യൂഷനേക്കാളും നല്ലത് യൂണിക്നെസ്. നമ്മള് വിളിക്കുമ്പോ ഇപ്പൊ എന്റെ സമയത്ത് ഹിബ എന്ന് കുറെ പേരുകൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ ഉമ്മ അത് ഹെബ. അപ്പൊ ഞാൻ ഹിബ എന്ന് വിളിക്കുമ്പോ എന്തായാലും ഞാൻ തിരിഞ്ഞു നോക്കില്ല. ക്ലാസ്സിൽ ഒരുപാട് ഹിബകൾ ഉണ്ടായിരുന്നു. അല്ല മസ്താൻ ചോദിച്ച പോലെ ഞാനതിന് ആലോചിച്ചു ഡിഫിക്കൽട്ട് ആയിരിക്കും എഴുതാനും പറയാനും. ദെൻ ഐ തോട്ട് എന്റെ പേര് എഴുതാനും എനിക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നില്ല, പറയാനും അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. സോ അതുകൊണ്ടാണ് വി മേഡ് ഷുവർ. അല്ലാതെ കുറെ പേര് പറഞ്ഞു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്, കോണ്ടന്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നെയിം ഇടുന്നത്. അതൊക്കെ എനിക്ക് ആക്ച്വലി ഇമോഷണലി സങ്കടമുള്ള ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ഒരിക്കലും കോണ്ടന്റിന് വേണ്ടിയല്ല നമ്മളെ ബേബിനെ നെയിം ചെയ്യുന്നത്. നമ്മുടെ ഡ്രീമാണ് നമ്മൾ ബേബീസിലൂടെ ഫുൾഫിൽ ചെയ്യുന്നത്. അതിൽ ഒരുപാട് നല്ല കമന്റ്സ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ റീക്ക് കുറച്ച് വിഷമം. ഞാൻ ചിലപ്പോൾ ഞാൻ റിപ്ലൈ അക്കൗണ്ട് ഞാൻ റിപ്ലൈ ഞാൻ ചെയ്യും. Now these days what we do is we block and hide the deleting of negativity. കാരണം ചിലവർ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് തീരെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അത് വെറുതെ നമ്മളത് കമന്റ് ഡൗൺ ചെയ്ത് പോയി നമ്മൾ ആ ഒരു ഡേ പോക്കുന്നത് നമ്മൾ മെന്റലി ഡൗൺ ആവുന്നതിനേക്കാളും നല്ലത് ഞാൻ പെട്ടെന്ന് ഇമോഷണലി ഡൗൺ ആവും. അപ്പൊ എനിക്കൊരു പ്രശ്നമുണ്ട് ആക്ച്വലി പബ്ലിക് പറയുകയാണെങ്കിൽ പോലും. എനിക്കത് കമന്റ്സ് കാണുമ്പോൾ ചിലപ്പോൾ അവരെന്താ ഇങ്ങനെ തിങ്ക് ചെയ്യുന്നത്. നമ്മൾ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളതാണല്ലോ. ഇപ്പൊ ലാലേട്ടനൊക്കെ പറയുന്ന ലൈഫ് സെലിബ്രേഷൻ ആണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമ്മള് ഒന്നും ഓവർ ദ ടോപ്പ് ചിലപ്പം നമ്മളൊന്നും ഓവർ ദ ടോപ്പ് ചെയ്യാതിരിക്കുക. നമ്മൾക്ക് ഇഷ്ടം തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് റൈറ്റ് ആണ്, സൊസൈറ്റിക്ക് ഒരു തെറ്റുമില്ല, ഇറ്റ്സ് ഫൈൻ.